അങ്ങനെ നമ്മൾ മാമ്പഴ പായസം വെക്കണം കേട്ടോ. അങ്ങനെ അന്ന് ചേട്ടൻ കൊണ്ടുവന്ന മാങ്ങയെല്ലാം പഴുത്തിരുന്ന് അങ്ങനെ സേതു എല്ലാം അരിഞ്ഞു തന്ന്. അപ്പോൾ ഇനി മിക്സിയിൽ ഇട്ട് എല്ലാം അടിച്ചെടുത്തിട്ടില്ല നെയ്യിലിട്ട് വശക്കണം. അങ്ങനെ ഇന്ന് മാമ്പഴ പായസമാണ് നമ്മൾ വയ്ക്കണത്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് മാങ്ങ തന്നെ കേട്ടോ. നമ്മൾ ചന്തയിൽ നിന്ന് വാങ്ങണ മാങ്ങയൊക്കെ പൊടിയൊക്കെ ഇട്ട് എണ്ണയില് അടിച്ചെടുത്തേട്ടാ. കണ്ട നല്ല മാങ്ങയൊക്കെ അങ്ങനെ അടിച്ചെടുത്തിട്ട് കൊള്ളൂലേ. ബാക്കി ശർക്കര പാവ് വെച്ചാ ശർക്കര ഉരുക്കി കേക്കണ മഴ കേക്കണം ശർക്കര ഉരുക്കി. ഞാൻ വിചാരിച്ചു തേയിലായിരിക്കും. ഇത് തേയിലയാ. നീ ഇപ്പൊ ഇത് ഒഴിച്ചത് കണ്ടപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചത്. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, മാമ്പഴം. കഴിക്കാനൊന്നും ആയില്ലേ? വിശക്കണം. കഴിക്കാനൊന്നും ആയില്ലേ? കുറച്ച് ചവ്വരി ഇരുന്ന് കണ്ട എത്ര വേസ്റ്റ്. ചവ്വരി എത്ര മതിയല്ലേ? അത്ര ചവ്വരി, ശർക്കര ഇതെല്ലാം ഇവിടെ ഇരുന്നത്. നമ്മൾ ഒന്നും വാങ്ങിയില്ല കേട്ടാ. ഇത് ഞാൻ നേരത്തെ 4 മാസം വരെ ഇത് വാങ്ങിയിട്ട് അപ്പോഴെടുത്ത് ഞാൻ വെച്ചിരുന്നു ഫ്രിഡ്ജില്. എന്നിട്ട് പാത്രത്തിൽ അടച്ചു വെച്ചേക്കും. ഞാൻ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ നുള്ളി പറയുന്ന അടച്ചു വെച്ചിട്ടില്ല പാത്രത്തിൽ. ഇല്ലെങ്കിൽ ഇവിടെ കിട്ടൂല കേട്ടാ. എത്ര എല്ലാം പറയും കളയോ? അത് നിങ്ങൾ എടുത്തോളൂ. എനിക്ക് വേണ്ട. രണ്ടാ ഒടിക്കത്തെന്ത് ഒന്നും വാങ്ങിച്ചില്ല. ശർക്കര അയ്യോ നീല്ലേ ഓടിക്കാൻ ഇല്ല. ഞാൻ വിചാരിച്ച വാരത്ത് കഴിക്കാൻ പോണെന്ന്. അങ്ങനെ ഞാൻ കഴിക്കൂ. എനിക്ക് ഇത് ഒട്ടും ഇഷ്ടമില്ലാത്ത ദേശങ്ങളാണ്. അതെന്ത്? അതെന്താ? കഴിച്ച ടേസ്റ്റ് വരും. കഴിച്ച ടേസ്റ്റ് വരും. അതാണ് കഴിച്ച ടേസ്റ്റ് വരും. പിന്നെ കഴിക്കാതെ മാങ്ങയായി ചവ്വരി ഇതും കുറച്ച് തന്നെ ഇവിടെ ഇരുന്നത് കേട്ടോ. കഴിച്ചത് ശർക്കര, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ. ഇതിന്റെ ആപ്പീസിലാണ് ഞാൻ ജോലിക്ക് പോയി കേട്ടാ. യാതിന്റെ ആപ്പീസില്? ഈ കശുവണ്ടി ആപ്പീസില്. ഈ കശുവണ്ടി വേറെ, ആ കശുവണ്ടി വേറെ. ഇതൊന്നല്ല, ഇത് തന്നെ ജോലിക്ക്. ഈ ജോലിക്ക് തന്നെ. പിന്നെ എന്തോന്ന് ഇനി ഏലക്ക ഇവിടെ. ഏലക്ക ഉണ്ട് ഇവിടെ. ഏലക്ക നിറയെ ഇരിക്കണം. പിന്നെ 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 ഒന്നുമില്ല. ഇതെന്തോന്നാണ് കളിക്കണേ? ശക്കലം ചവ്വരി ഇരുന്ന് ഇന്ന് നമ്മൾ മാമ്പഴ പായസം വെക്കാൻ പോണം. അതുകൊണ്ട് ആ ചവ്വരി വേവിച്ചെടുക്കും. അത് ചോറ് തിളക്കിന് ചവ്വരി തിളക്കണം. എങ്ങനെയുണ്ട്? അങ്ങനെ പായസം വെക്കാൻ വേണ്ടി ഞാൻ എല്ലാം റെഡിയാക്കി. ഞാൻ റെഡിയാക്കി. അങ്ങനെ താത്ത് വൈ. നീ എന്തിനാ ഇനി മേളിൽ കയറ്റണേ? അതങ്ങ് മുകളിലോട്ട് പോകണം. അങ്ങനെ പോവാൻ പാടില്ല. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലക്ക, അടുത്തെന്താ മാങ്ങ, ചവ്വരി. ഇത് ഞാൻ എന്റെ രീതിക്കാണ് വെക്കണേ കേട്ടാ. നേരെ കഴിക്കാൻ പോകണം. നിങ്ങളൊക്കെ എങ്ങനെ വെക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ രീതിക്ക് എനിക്ക് ഞാൻ മണി അടിക്കാന്ന് വേണ്ട. ചക്കപ്പഴത്തിലേക്ക് സ്പൂൺ അത് ഇളവ് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ എന്റെ രീതിക്കാണ് വെക്കണത്. നിങ്ങളൊക്കെ എങ്ങനെ നിധിന്ന് നന്നായിട്ട് വെക്കായിരിക്കും. ഞാൻ ഏത്തമ്പഴത്തിൽ വെക്കും. ചക്കപ്പഴം ഉള്ളപ്പം ചക്കപ്പഴത്തിൽ വെക്കും. അങ്ങനെ പിന്നെ ചക്കപ്പഴം ഉള്ളപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചക്ക വരട്ടി ഇങ്ങനെ വെച്ചിരുന്നു. കുറേ ദിവസമൊക്കെ ഇരിക്കുമായിരുന്നു. നെയ്യ് കട്ട പിടിച്ചു കേട്ടാ. ഒന്ന് ഇപ്പം വാങ്ങിച്ചതല്ല, നെയ്യ് മാത്രം വാങ്ങി. ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതിങ്ങനെ വെച്ചിരുന്ന ചൂടാകുമ്പോ എല്ലാം അതിന്റെ പ്ലാസ്റ്റിക് ഒന്നുമില്ല. അത് ആവി അടിക്കുമ്പോ എല്ലാം റെഡി ആയിക്കോളും. പിന്നെ ആവി അടിക്കുമ്പോ താനെ എല്ലാം റെഡിയായി. അതിലേക്ക് പിടിക്കും. അണ്ടിപ്പരിപ്പിട്ട് ഞാൻ ഞാനെന്ന് വെച്ചാ പേര് സെൽവരാജ്. സെൽവരാജാ? പ്രിയാണ് ഇട്ട സെല്ലു അല്ല. നീ ഇങ്ങനെ ഈ പായസം വെക്കുന്നതിൽ അരി വെക്കരുത് കേട്ടാ. നിനക്ക് അറിഞ്ഞൂടെ എന്റെ അടുത്ത് നീ ചോദിച്ചാ മതി. പിന്നെ ഞാൻ ഡീസന്റ് ആയിട്ട് പിന്നെ ഞാൻ അവിടെ പേരിക്കട്ടെ വെക്കോ? ഞാൻ തന്നെ പേരിക്കണം. നീ എന്നെ പേരിക്കണം, ഞാനല്ലല്ലോ. കള്ളവൻ. മേലെ നീ അങ്ങനെ വിളിക്കും. നിങ്ങൾ വയസ്സായില്ലേ? ഞാൻ വയസ്സാകുമ്പോ ഞാൻ പറയും. പിന്നെ എത്ര 17 വയസ്സാ? പിന്നെ
അതുകൊണ്ടല്ലേ ഞാൻ എപ്പോഴും ജോലിക്ക് പോണത്. വയസ്സായി ജോലിക്ക് പോയില്ലേ? അപ്പൊ ഞാൻ വയസ്സായോട്ടെ വീട്ടിൽ ഇരിക്കണേ? ഞാൻ 12 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ ജോലി ചെയ്തതാണെന്ന് അറിയാവോ? നീ 18 വയസ്സല്ലേ ജോലി ചെയ്യുള്ളൂ. നിങ്ങൾ എത്ര വയസ്സിൽ ജോലിക്ക് പോയേ? ഞാൻ പോയതൊന്നും കണക്കില്ല. 13. നിങ്ങൾ അതിന് പേരില്ല കൊച്ചിലെ? എങ്കിലൊക്കെ പോകണം. അങ്ങനെ അണ്ടിപ്പരിപ്പും ഞാൻ എടുത്തു കണ്ട, എന്റെ കൈയാണിത് കണ്ട. അണ്ടിപ്പരിപ്പൊന്നും തിന്ന് തേക്കരുത്. എനിക്ക് കണ്ടതാ, ഞാൻ ഇട്ട് താഴെ ഇട്ട് പോയി. പോയാ അടുത്ത് നമ്മൾ ഇടാം. അടുത്ത് മുന്തിരിങ്ങ ഇടണേട്ടാ. മുന്തിരിങ്ങ അതാ വാരി ഇട്ട് കഴിഞ്ഞു. ഇത് കൊറേ ദിവസമായിരുന്നു, ഒരു 4-5 മാസമെങ്കിലും ആവും. അതുകൊണ്ട് പിന്നെ ഇനി വെച്ചിരുന്നാ ശരിയാവും. അതെന്താ ശരിയാവാത്ത? എനിക്ക് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വറുത്ത് കഴിക്കാൻ നല്ല ഇഷ്ടം കേട്ടാ. ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ചൂടാവാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോഴപ്പോഴെടുത്ത് കുലുക്കി നോക്കാനില്ല, സർവത്ത് വെച്ചിരിക്കുന്നില്ല ഞാൻ. സർവത്ത് എനിക്ക് മഴ സമയത്ത് ഇഷ്ടമല്ല. ഇഷ്ടമില്ലെങ്കിൽ റെഡിയാക്കും. അങ്ങനെ ഇന്ന് നമ്മൾ മാമ്പഴ പായസം കുടിക്കും. കുളിക്കൊന്നല്ല, കുടിക്കും. ഞാനൊന്ന് കുടിപ്പിച്ചതാ. രണ്ടും ഒരുമിച്ച് ഈ മഴ സമയത്താണ് അല്ലേ? മഴ സമയത്ത് എന്തോന്നു? മാമ്പഴ പുളിശ്ശേരി. പുളിശ്ശേരി അല്ല, പുളിശ്ശേരി വെക്കും കേട്ടാ. ഞാൻ മാമ്പഴ പുളിശ്ശേരി വെക്കും. ഇത് പിന്നെ പായസം വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഞാൻ നെയ്യില് കുറച്ചു നേരം ഈ മാങ്ങ നെയ്യിലിട്ട് ഇതായി വേണ്ടേ? അത് വേണം. നല്ല മാങ്ങ കേട്ടോ. അതിൽ പോയാൽ നമ്മളൊന്നും വെള്ളം പോലും ഒഴിച്ചില്ല. ആ ജാറിലിരിക്കണം കൂടെ എടുക്കും. എന്റെ കൈ ഒന്ന് കാണാട്ടു. മാങ്ങ വീത്തിയം നിറഞ്ഞാണ്ട് സ്വന്തമായിട്ട് വെക്കണം. ഞാൻ പിന്നെ കൈ കൊണ്ട് ഉപ്പ ഇളക്കണോ? കൈ ഇപ്പൊ വീത്തിയേണ്ടത് ഇതായിരിക്കും. ശരി. പിന്നെ ഇതിങ്ങനെ നോക്കിക്കൊള്ളണം കേട്ടാ, പൊട്ടിത്തെറിക്കും. ഇത് നമ്മളെ ചക്ക വയറ്റം പോലെയാണ് പായസം. ഇത് ചക്ക പായസം ഇതായി വരുമ്പോ ഞാൻ ഇത് വീത്തിയത് എന്റെ കയ്യിൽ പൊട്ടിത്തെറിച്ചല്ലേ? ഇതുണ്ടാ നരമ്പിങ്ങനെ പൊട്ടിത്തെറിക്കണ. നീങ്ങി നിന്നോളാം. സത്യം മാറിയില്ലേ? കണ്ട എന്റെ കയ്യിൽ പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിച്ചല്ല, ചെവരല്ല നാശായണ്ട. അന്ന് ഞാൻ ചക്ക വഴട്ടിയൊക്കെ അവിടെ ചുമര് മൊത്തം ഉണ്ടായി. നിങ്ങളിങ്ങനെ ചരിച്ചു പിടിക്കാതെ നേരെ പറ്റി. ഞാൻ ഈ ചെവരൊക്കെ കാണിക്കണ്ടേ? എന്റെ ഡീസന്റ് ആയിട്ട് പൊട്ടിത്തെറിച്ചു. എന്റെ കയ്യിൽ പൊട്ടിത്തെറിച്ച്. പാവം തന്നെ. ആ നരമ്പ് പിടച്ച, ഈ നരമ്പ് പിടച്ച. പിന്നെ ഇങ്ങനെ കലക്കി കൊടുത്തോണ്ടിരുന്ന ഒന്നും ചെയ്യില്ല കേട്ടാ. അറിയാമോ നിനക്ക്? അതെങ്ങനെ പൊട്ടിത്തെറിക്കും? ഇത് എന്റെ പണിയല്ല. എന്തായാലും നീ ഇതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോകും. എനിക്ക് വിശക്കണം. ഓടിബാ കുഞ്ഞാടേ. ഇത് കുറച്ച് ഇതായി വന്നു കേട്ടാ. നെയ്യിൽ കിടന്ന് കുറച്ച് കുറുവി വന്നു. ഇനി നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കരയും മാമ്പഴവും നെയ്യും ഒക്കെ കൂടെ നന്നായിട്ട് കുറുവി വന്നതിന് ശേഷം പാലൊക്കെ ഉണ്ട് കേട്ടാ. അങ്ങനെ കളിക്കട്ടെ കുട്ടാ. പാലൊഴിക്കണം. പാല് അതിന്റെ കാര്യം ഞാൻ മറന്നുപോയി. ഈ ശർക്കര പറയും എന്നാ പിന്നെ പറയും. ഈ ശർക്കര ഒഴിച്ച് എന്നിട്ട് ഇതൊന്ന് കുറുവി അങ്ങനെ ഒന്നും അല്ല, വേറെ ഉണ്ട് സംഭവങ്ങൾ. ഡാൻസ് കളിക്കോ? ശർക്കരയും മാങ്ങ കൂടെ നന്നായിട്ട് ജോയിപ്പിച്ച് വെന്ത് കുറുവി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങൾ. അത് മാങ്ങ ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഇട്ടത് കടിക്കാൻ വേണ്ടിട്ട്. നീ അത് കുറുവി വന്നിട്ട് കാണിക്കാം. കൈ ഏലക്കിടാൻ പോണേ കേട്ടാ. ഏലക്കിടാൻ പോണേ. ആരെടുത്താ പറയണേ? എന്നോടാ. ഞാൻ ശർക്കരയും
മാങ്ങ എല്ലാം കൂടെ നന്നായിട്ട് ഒഴിച്ച് ഇടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതില് ചവറ് ചേർക്കാം കേട്ടോ. ഓ ശരി. പിന്നെ മിൽക്കി മേഡ് ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു തന്നെ. എങ്ങനെ നമ്മുടെ മാമ്പഴ പായസം റെഡിയായില്ല? മിൽക്കി ഇല്ലേ? അതൊക്കെ കഴിച്ച് തീർക്കും ഇവിടെ ഇരിക്കുമ്പോ. കുറച്ച് പിന്നെ അതെല്ലാം ഇടണ്ടേ? തട്ട് അങ്ങനെ തന്നെ. ഇപ്പം തന്നെ പെണ്ണ് പഠിച്ചു വന്ന ഞാൻ ഇല്ലെങ്കിൽ പിന്നെ നീ എങ്ങനെയാണ് ജീവിക്കുക? എന്തായാലും ഞാൻ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക? ഇനി പാലൊഴിക്കാണ്ട് കേട്ടാ, പാലൊഴിക്കാനുണ്ട്. ആയിക്കോട്ടെ ശരി. പിന്നെ പാലിതാ ഒഴിക്കാൻ പോണം. പെട്ടെന്നടേ, എനിക്കത് തന്നെ സമയമില്ലേ. നേരത്തെ പാലൊഴിക്കാത്തത് ശർക്കരയും മാങ്ങയും കൂടെ നന്നായിട്ട് പിടിക്കണം കേട്ടാ. സ്റ്റൈലിൽ ഒഴിക്കണണ്ട, അല്ലെങ്കിൽ അറിയാം. മതി. ഇനി 2 കൈ കൊണ്ട് അങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നാ പിന്നെ അങ്ങനെ നമ്മളെ മാമ്പഴ പായസം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്നാ പിന്നെ എന്ന് പറഞ്ഞിട്ട് എന്തൊരു മാമ്പഴ പുളിശ്ശേരിക്ക് കൊണ്ടുവന്നു? പുളിശ്ശേരി ഇല്ല, പൊട്ടിത്തെറിച്ച് പാത്രവും ചുമരും ഒക്കെ. ഇനി ഇവിടെയൊക്കെ തുടയ്ക്കണ ആര് തുടയ്ക്കും? എന്റെ ഭാര്യ പ്രിയ തുടയ്ക്കും. എന്റെ ചേട്ടൻ തെല്ലു ചേട്ടൻ തുടയ്ക്കും. പിന്നെ ഞാൻ നിങ്ങളെ കൊണ്ട് തുടപ്പിക്കും. നമുക്കാവുന്ന കാലത്ത് നമ്മൾ ചെയ്യും. അതപ്പം ചേട്ടൻ ചെയ്യും. ചേട്ടനായില്ലെങ്കിൽ ആരെങ്കിലും തുടങ്ങി. എങ്ങനെയുണ്ട്? മുടിഞ്ഞ ടേസ്റ്റ് കൊള്ളൂല. ഞാൻ നോക്കിയില്ലല്ലേ. അങ്ങനെ ഉണ്ടോ? ഇനി അണ്ടിപ്പരിപ്പ് ഇടാണ്ട്. അതും ഇത് കുറച്ച് ഇതായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇടാൻ പോകും. നമ്മൾ മറ്റേ പായസത്തിലേക്ക് ഇടുമ്പോൾ നവന്നല്ലേ കിടക്കും. ഇതിലെന്തോന്നു താന്ന് താന്ന് പോണം. അത് വെയിറ്റ് കൂടിയുണ്ടോ? സത്യം ഞാൻ കള്ളം പറഞ്ഞു കേട്ടാ. നിങ്ങൾ കുടിച്ചിട്ടുണ്ടാവും ചിലരും. പക്ഷെ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല മുടിഞ്ഞ ടേസ്റ്റ്. മുടിഞ്ഞ ഈ മുടി എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ വാരി ഇടുവോ? അങ്ങനല്ല. എന്താ ഞാൻ അത് പറഞ്ഞു അങ്ങനെ മുടിഞ്ഞെന്ന് പറയരുത്. നല്ല ടേസ്റ്റ് കേട്ടാ. തേങ്ങയൊക്കെ ഇടുന്നതാണ് നമുക്ക്. ഞാൻ പിന്നെ മഴയുണ്ട്, എനിക്ക് വയ്യ. അങ്ങനെ നമ്മളെ മാമ്പഴ പായസം റെഡി ആയിട്ടാ. എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അരിഞ്ഞിട്ട് വരുന്നില്ല. ഇത് മതി. എന്നാലേ ചതച്ച് തിന്നാ മതി. ഇതെല്ലാം അണ്ടിപ്പരിപ്പുണ്ട്. അങ്ങനെ പായസം റെഡിയായി. ഇനി പിന്നെ കഴിക്കാം. ശരി, പിന്നെ കഴിക്കാം. പായസം കുടിക്കാൻ പോണ. ഇതെന്ത് പായസം എന്നറിയാവോ? എന്തോന്നു? ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? ഇതാണ് മാമ്പഴ പായസം. അണ്ടിപ്പരിപ്പൊന്നും കാണാനില്ലേ? അതല്ലുണ്ട്. നിങ്ങളിട്ടായ പിന്നെ ഈ പായസം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, പൊട്ടിത്തെറിക്കും. എൻ്റെ കയ്യിലൊക്കെ തെറിച്ച് കൈ ഇതായി. ഇല്ല, നമ്മൾ ചക്ക പായസവും മാങ്ങ പായസവും മാമ്പഴ പായസവും വയ്ക്കുമ്പോൾ പൊട്ടിത്തെറിക്കും. അതിങ്ങനെ നെയ്യിലിട്ട് ഇങ്ങനെ വശക്കുമല്ലേ ശർക്കര ഇട്ട്. അപ്പോഴേ അതിങ്ങനെ പൊട്ടി 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 തിളച്ച് വരുമ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലേ? ഇല്ലേ, കള്ളം കേട്ടോ. ഈ പായസം കൊള്ളാം. നിങ്ങൾ വെച്ച് നോക്കണേ, മാങ്ങ ഉള്ളവര്. അത് അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട്, മുന്തിരിങ്ങൊക്കെ. എനിക്കിത് അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യമായിട്ട് നല്ല ടേസ്റ്റാണ്. വലിയ പാത്രത്തിൽ നല്ല ടേസ്റ്റ്. അത് മുന്തിരിങ്ങയൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ്. അതേപോലെ ഇരിക്കണം, പക്ഷെ ടേസ്റ്റ് അതിൽ നിന്ന് നല്ല സൂപ്പർ ടേസ്റ്റ്. എല്ലാം അതല്ലേ. പറഞ്ഞറിഞ്ഞ് കൊള്ളൂലെന്ന് അറിഞ്ഞറിഞ്ഞ് കുടിക്കണം. ഞാൻ വെച്ചത് പിന്നെ ഞാൻ കുടിക്കാതെ. ആരേച്ചത് അവിടെ നോക്കട്ടെ. വെച്ചാളാ മുഖം ഇവിടെ. ഞാൻ കുടിക്കട്ടെ, എനിക്ക് കൊതി പറഞ്ഞു.